സംസ്ഥാനത്തിൻ്റെ പല മേഖലയിലും വലിയ ധനധൂർത്താണ് നടക്കുന്നത്. അങ്ങനെ ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ ഇപ്പോൾ ധനധൂർത്ത് എന്ന് പറയുന്നത് ഈ ഒരു സർക്കാർ ജനങ്ങളിൽ നിന്ന് നികുതിയായും അല്ലെങ്കിൽ മറ്റിനങ്ങളിലായും പിരിക്കുന്ന തുകയും അല്ലെങ്കിൽ കടമെടുക്കുന്ന തുകയും ഭരണം മെച്ചപ്പെടുത്താനും ജനങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനും ചെലവാക്കാതെ ഈ രാഷ്ട്രീയ നേട്ടങ്ങൾ നേടാനും അല്ലെങ്കിൽ ബ്യൂറോക്രസി സമ്മർദ്ദ ഗ്രൂപ്പുകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാനും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തി താല്പര്യങ്ങൾക്കും അവരുടെ മറ്റ് താല്പര്യങ്ങൾക്കും വേണ്ടി ചെലവാക്കുന്നതിന് നമ്മൾ ധനധൂർത്തെന്ന് പറയാം. അങ്ങനെയാണ് ഞാനൊരു ഇതിനെപ്പറ്റി ഒരു ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. ഈ 2017 ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, MLA-മാർക്കും മന്ത്രിമാർക്കും മുൻ MLA-മാർക്കും അവരുടെ കുടുംബങ്ങൾക്ക് പരിധിയില്ലാത്ത മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് കൊടുക്കാമെന്നൊരു പ്രൊവിഷൻ അന്നുകൊണ്ട് ഇന്നുണ്ട്. അതിൻ്റെ മറവിൽ അന്ന് ഒരു MLA, അയാൾ പിന്നെ മന്ത്രിയായി, മേടിച്ച റീഇംബേഴ്സ്മെൻറ്റ് മേടിച്ചിരിക്കുന്ന 1.9 crore 190 ലക്ഷം രൂപയാണ് ഫോറിനിൽ എവിടെയൊക്കെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തിയെന്നൊക്കെ പറഞ്ഞ് മേടിച്ചത്. പക്ഷേ ഇപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ ഈ തരത്തിലുള്ള ധൂർത്ത് കുറയേണ്ടതല്ലേ. പക്ഷേ അതിന് പകരം ഇപ്പോൾ കാണുന്നത് വലിയ തോതിൽ ഈ മെഡിക്കൽ റീഇംബേഴ്സ്മെൻ്റ് ഒരു കൊള്ള പോലെ മാറിയിട്ടുണ്ടോ എന്ന് വളരെ ബലമായ ഒരു സംശയം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു വിദേശത്ത് പോകുന്നു, അവിടെ മുന്തിയ ആശുപത്രിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുന്നു, അതിൻ്റെ ഫുൾ കോസ്റ്റ് മുഴുവനും റീഇംബേഴ്സ് ചെയ്യുന്ന പരിധിയില്ലാത്ത ഒരു രീതിയാണ് ഇന്നിപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ മറവിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏതാണ്ട് 2 കോടി മുതൽ 5 കോടി വരെ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് മേടിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 കോടി മുതൽ 5 കോടി വരെ. ഒന്ന് ആലോചിക്കൂ നിങ്ങൾ, മെഡിക്കൽ കോളേജ് പോലുള്ള സുപ്രധാനമായിട്ടുള്ള ആശുപത്രികളിലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സർജറിക്കോ മേജറായിട്ടുള്ള ഒരു ഇതിന് സാധാരണക്കാരന് ഒരാൾ പോയാൽ സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഉപകരണങ്ങൾ അല്ലെങ്കിൽ മരുന്ന് ബാക്കിയുള്ളതെല്ലാം മേടിച്ചു കൊടുക്കേണ്ട ഒരു സ്ഥിതി നിൽക്കുന്നു. ഇതൊരു വശത്ത്. നമ്മൾ MLA-മാർക്കും മന്ത്രിമാർക്കും അല്ലെങ്കിൽ മുൻ MLA-മാർക്കും അവരുടെ കുടുംബങ്ങളുടെ അംഗങ്ങൾക്കും ലോകത്തിൻ്റെ എവിടെ പോയി വേണമെങ്കിലും ഇത് നടത്താനായിട്ടുള്ള സംവിധാനം നിലനിൽക്കുന്നു. അത് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്.